ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ പാലക്കാട് ജില്ലയോട് പ്രത്യേക ഒരു സ്നേഹം എനിക്കുണ്ട്. കാരണം സുന്നത്ത് ജമാഅത്തിൻ്റെ ഏത് പ്രവർത്തനങ്ങൾക്കും ഇവിടെ വരുമ്പോൾ വളരെ നിറഞ്ഞ സദസ്സാണ് മുമ്പ് തന്നെ കാണാനുള്ളത്. ഇനിയും അത് നിലനിൽക്കും. മഹാനാവുന്ന അലവി വൈസിയും കെ സിയും ഹാജിയും മുഹമ്മദ് അലി അലിമിയും ഒക്കെ നേതൃത്വം നൽകുന്ന, ബഹുമാനപ്പെട്ട തങ്ങളൊക്കെ നേതൃത്വം നൽകുന്ന, അതുപോലുള്ള മറ്റ് ഉമറാക്കന്മാരൊക്കെ നേതൃത്വം നൽകുന്ന ഒരു ജില്ലയായതുകൊണ്ട് ഇവിടെ പഴയ കാലത്ത് ഈ ജില്ലയിൽ ബഹുമാനപ്പെട്ട ഈ കെ അസമുസിയാർ നബറല്ലാഹു മർക്കദ അവരുടെ കാലഘട്ടം മുതൽ ഇവിടെ, പിന്നീട് സാദിഖ് പിന്നെ മുസ്ലിയാർ തുടങ്ങിയവർ, എ പി ഉസ്താദ് അടക്കമുള്ളവർ നേതൃത്വം നൽകിയ ഒരു ജില്ലയായതുകൊണ്ട് അതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഇവിടെ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പാലക്കാട് ജില്ല വളരെ സജീവമാണ്. നമ്മൾ 100ാം വാർഷികം നടത്താൻ തന്നെ നിങ്ങൾ പാലക്കാട്ടുകാർ നമുക്ക് പറ്റുന്ന ഒരു സ്ഥലം കാണിച്ചു തരികയാണെങ്കിൽ ഇവിടെ നടത്തും. അപ്പോൾ അതുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ സ്ഥലം എത്ര വേണമെന്ന് നിങ്ങൾക്ക് അറിയോ? പിന്നെ ആയിരക്കണക്കിന് എന്നല്ല, 10,000-കണക്കിന് വാഹനങ്ങൾ നിർത്താനുള്ള സ്ഥലം വേണം, ലക്ഷക്കണക്കിന് ആളുകൾ സംബന്ധിക്കാനുള്ള സ്ഥലമാവണം, മറ്റുള്ള ഭൗതിക സൗകര്യങ്ങളൊക്കെ നമുക്കവിടെ സംവിധാനം ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളും ഉണ്ടാവണം. അപ്പോൾ അത് കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരറ്റം വരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അന്വേഷിക്കാൻ വേണ്ടി പലരും ഏൽപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിന് പറ്റുന്ന സ്ഥലങ്ങൾ കാണിച്ചു തന്നാൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം പാലക്കാട് ജില്ലക്കാരുടെ വലിയ ആത്മാർത്ഥമാവുന്ന വലിയ സഹകരണം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ അതുകൊണ്ട് അതും കൂടി നമ്മൾ ഇവിടെ നടത്തുന്നതിന് നമുക്ക് സന്തോഷമുണ്ട്. മാത്രമല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രധാന സമ്മേളനങ്ങളൊക്കെ ഈ ഇതുപോലുള്ള പ്രദേശങ്ങളിലൊന്നും വല്ലാതെ നടത്തപ്പെടാത്തത് കൊണ്ട് ഈ 100ാം വാർഷികം ഒന്നിരിക്കലും ഇവിടെ ആവട്ടെ അത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ഉറപ്പല്ല. നല്ല സ്ഥലം കിട്ടണം. സ്ഥലം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, പാലക്കാട് ജില്ലയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം മറ്റുള്ള ജില്ലകളിലൊക്കെ ഉള്ളതുപോലെ ഇവിടെയും അത് സജീവം തന്നെയാണ്. അതിന് പറ്റുന്നതായ നേതാക്കന്മാരാണ് ഈ ജില്ലക്കൊക്കെ നേതൃത്വം നൽകുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഈ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട പ്രത്യേകക്കാരാവുന്ന ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ളതായ ഈ സംഗമം. അപ്പോൾ ഏതായാലും വളരെ നിറഞ്ഞ സദസ്സ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പൂർണ്ണമായിട്ട് മനസ്സിൽ അവതരിപ്പിക്കുകയും അതിനുവേണ്ടി എന്ത് ഹിദ്മകൾ ചെയ്യാനും സന്നദ്ധരാകുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ, അതാണ് നമുക്ക് ആവശ്യം. ആ ഒരു നന്മ എന്നും അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് ആദ്യമായും കൊണ്ട് ദുആ ചെയ്യാണ്. എന്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ? അതിനെ ആക്ഷേപിക്കാനും